ഹായ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിരിക്കുന്നുവോ? എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ 2 വീഡിയോ ഇട്ടായിരുന്നു. എന്നാൽ ഇന്ന് കുറച്ച് ദിവസത്തിന് മുമ്പ് സംഭവിച്ചൊരു കാര്യം നിങ്ങളുടെ മുമ്പാകിടുകയും ഏതാണ്ട് 1000-ൽ പരം വീഡിയോസ് ഇടാനുണ്ട്. അത്രയും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നിസ്സാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു ചെറിയൊരു കാര്യം മാത്രം. ഇതിൻ്റെയൊക്കെ വലിയ കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തെങ്കിലും ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും നിങ്ങളുടെ മുമ്പാകെ ഇതൊന്ന് വീഡിയോ പറയുകയാണ്. പുതുവൈപ്പിൽ ചർച്ച് ഓഫ് ഗോഡ്. അവിടെ ഒരു പ്രായമായ ഒരു ദേവസി ചേട്ടനുണ്ട്, ദേവസ്യപ്പച്ചൻ എന്ന് പറയാം. വർഷങ്ങളായിട്ട് കർത്താവിനെ ആരാധിക്കുന്നവർ. അവിടുത്തെ പാസ്റ്ററിൻ്റെ സ്നേഹിതൻ ബ്രഹാം മാത്യു എന്നാണ് പുള്ളിയുടെ പേര്. ഞങ്ങൾ മോനച്ചൻ പാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മോനച്ചൻ പാസ്റ്ററിനോട് പറഞ്ഞു, ഇങ്ങനെ ചർച്ചിലൊരു പ്രായമായ ഒരു അപ്പച്ചനുണ്ട്, ദേവസി എന്ന പേര്. പുള്ളി സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്ന് കാണണം. ഞാൻ പറഞ്ഞ് ബദനിപ്പടിയിൽ കോലഞ്ചേരിക്കപ്പുറം ബദനിപ്പടിയിൽ സ്ഥലത്ത് പോകേണ്ടതുണ്ട്. നിങ്ങൾ വാ, നമുക്കവിടെ പോയിട്ട് തിരിച്ച് പോകുമ്പോൾ അവിടെ പോകാം എന്ന് പറഞ്ഞങ്ങനെ ഞാൻ മോനച്ച ഭാഷ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ബദനിപ്പടി ചെന്ന് തിരിച്ച് പോരുമ്പോൾ നമുക്ക് ഇനി മറ്റേ ദേവസ്വനെ കാണാം എന്ന് പറഞ്ഞ് ചെല്ലുക. പുതുവൈപ്പിൽ എന്നെ അറിയാം അവർക്ക്, അതായത് ദേവസ്വനും ഭാര്യയ്ക്കും അറിയാം. മറ്റ് കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ പരിചയമൊന്നുമില്ല, കാരണം വിവിധങ്ങളിലൊക്കെ പോകുന്നവരാണ്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവസ്വൻ്റെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഹൈദരാബാദിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ എല്ലാം പിള്ളേരെല്ലാം ടീച്ചറായിട്ട് പോയി ജോലിക്ക് പോയവരെല്ലാം തിരിച്ചു വന്നേക്കുകയാണ്. അവരെല്ലാം കൂട്ടം കൂടി നിൽക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊരു ഹാസ്യം തോന്നി ആ വലിയിൽ ശബ്ദം കേട്ടപ്പോൾ. അങ്ങനെ ഞാൻ അടുത്ത് ചെന്ന് ദേവസ്വനോട് പറഞ്ഞു, ദേവസ്വേട്ടാ ചൊവ്വന്നേരം വലിക്ക്. ഒരു വലി നിന്നു. ഞാൻ പറഞ്ഞേക്കുന്നത് കണ്ണൂറക്ക്, കണ്ണൂറും. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ അറിയോ? അറിയാമെന്നു. എന്നാൽ പിന്നെ എഴുന്നേക്ക്, അറിയുമെങ്കിൽ പിന്നെ ഇവിടെ കിടക്കണതിനാ. നമ്മൾ കൈക്ക് പിടിച്ചു, എഴുന്നേറ്റു. ഒരു തലയിണ വെച്ച് നിൽക്കുക. വല്ല കഞ്ഞിയും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് പോരുവാനിടയായി. മരണം കാത്തു കിടന്നേച്ച ദേവസ്വന് ജീവൻ കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമയമായില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് പുള്ളിക്കാരൻ ഒരു ഗ്യാസ് സിലിണ്ടറുമായി തെക്കമ്മാലിപ്പുറത്തുണ്ടായിരിക്കുന്ന മലകരക്ക് സെഞ്ചർച്ചിപ്പ് നടക്കുന്ന അവിടെ റോബിൻസ് പാസ്റ്റർ മേരിയമ്മയും ഉണ്ട്. അവർക്കും ഉണ്ടെന്ന് ഗ്യാസ് കൊടുത്തു. ഇന്നേ വരെ, ഈ നിമിഷം വരെ, നവംബർ 11 വരെ ആ മനുഷ്യൻ മരിച്ചിട്ടില്ല, ആരോഗ്യവാനായി നടക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ മരണം നടക്കൂ. എന്നാൽ ആ മരണത്തിന് കീഴ്പ്പെടുമ്പോൾ അത് ആസ്വദിച്ച് മരിക്കുവാനുള്ള ദൈവകൃപ നമുക്കുണ്ടെങ്കിൽ ആ മരണത്തിൽ ഒരു സന്തോഷം നമുക്കുണ്ടാകും. അവിടെയാണ് യേശു കർത്താവിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത്. പ്രത്യാശയോടുകൂടി സന്തോഷത്തോടെ മരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഇല്ല പ്രിയമുള്ളവരെ. ആകയാൽ കർത്താവ് അത്ഭുതകരമായ വഴി തുറന്നു തരും. ഇപ്പോൾ ആരെങ്കിലും അതിനുവേണ്ടി മരണത്തിൻ്റെ വക്കീലാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, കർത്താവ് സമയമാകുമ്പോൾ മാത്രമേ മരണം തരൂ. അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.